ബാംഗ്ലൂരിലെ മുസ്ലിം കോടീശ്വരന്മാരൊക്കെ താമസിക്കുന്നത് നഗരമധ്യത്തിലുള്ള ഇൻഫൻട്രി റോഡിലും ചുറ്റുവട്ടത്തുമാണ്. ഇൻഫൻട്രി റോഡിൽ കൂടി അരമണിക്കൂർ ചുറ്റി നടക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ മുസ്ലിം ബിസിനസ് സ്ഥാപനങ്ങളും അതുപോലെ ജമാഅത്ത് പള്ളികളും കാണുവാൻ പറ്റും. ഇൻഫൻട്രി റോഡ് സന്ദർശിക്കുവാനുള്ള ഏറ്റവും എളുപ്പമാർഗം മെട്രോ റെയിൽവേ വഴി കബ്ബൺ പാർക്ക് മെട്രോ സ്റ്റേഷനിൽ എത്തിച്ചേരുകയാണ്. ഈ മെട്രോ സ്റ്റേഷന് 3 എൻട്രൻസുകളുണ്ട്. ഒന്നാമത്തെ എൻട്രൻസ് HAL ഭാഗത്തേക്കും, രണ്ടാമത്തെ എൻട്രൻസ് ചിന്നസ്വാമി സ്റ്റേഡിയം ഭാഗത്തേക്കും, മൂന്നാമത്തെ എൻട്രൻസ് നേരിട്ട് കബ്ബൺ പാർക്കിലേക്കും സജ്ജീകരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ എൻട്രൻസിൽ കൂടി പുറത്തിറങ്ങുകയാണെങ്കിൽ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ 200 മീറ്റർ നടന്നാൽ ഇൻഫൻട്രി റോഡിൽ എത്തിച്ചേരാൻ പറ്റും. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടക്കുമ്പോഴേക്കും മലയാള മനോരമയുടെ ബാംഗ്ലൂർ ഓഫീസ് കാണുവാൻ പറ്റും. മലയാള മനോരമ മാത്രമല്ല, വനിതാ മാഗസിനും ബാലരമയും ബാലമംഗളവും ഒക്കെ ഇവിടെ തന്നെയാണ് ഓഫീസ് സജ്ജീകരിച്ചിട്ടുള്ളത്. അല്പം കൂടി മുന്നോട്ട് നടക്കുമ്പോൾ വലത് ഭാഗത്ത് ഗുലിസ്ഥാൻ ഷാദി മഹൽ എന്ന കല്യാണ മണ്ഡപം കാണുവാൻ പറ്റും. കൂടുതലും മുസ്ലിം കല്യാണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ബാംഗ്ലൂരിലെ മുസ്ലിങ്ങൾക്ക് എക്സ്പെൻസീവായ ലൈഫ് സ്റ്റൈൽ ഉള്ളതുകൊണ്ട് അവർ കല്യാണങ്ങൾ നടക്കുമ്പോൾ വലിയ ഓഡിറ്റോറിയങ്ങൾ വാടകയ്ക്കെടുക്കുകയും വമ്പിച്ച ആഘോഷം നടത്തുകയും ചെയ്യാറുണ്ട്. മുസ്ലിങ്ങളിൽ ധാരാളം സമ്പന്നരുള്ളതുകൊണ്ട് അവർക്ക് പണം ചെലവഴിക്കുവാനും സമൂഹത്തിൽ ഉയർന്ന പദവി നേടിയെടുക്കുവാനും താല്പര്യമുണ്ട്. സാമ്പത്തിക ശേഷി കുറവുള്ള മുസ്ലിങ്ങൾ കടം വാങ്ങിയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചും അതുപോലെ തന്നെ ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഐഡന്റിറ്റി കാണിക്കുവാനുള്ള ശ്രമം അവർക്ക് സാമ്പത്തികമായി വലിയ ബാധ്യത വരുത്തിവെക്കുന്നു. ലളിതമായി ജീവിക്കുവാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും കർണാടകയിലെ മുസ്ലിങ്ങൾക്ക് പണക്കൊഴുപ്പും പ്രദർശനപരമായ ജീവിതശൈലിയിലുമാണ് കൂടുതൽ താല്പര്യമുള്ളത്. അത് കാരണം ഈ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. ബാംഗ്ലൂരിലെ മുസ്ലിങ്ങളിൽ പലരും കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരുമായി മാറാൻ കാരണം കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള അവരുടെ ഡോമിനേഷനാണ്. അടുത്ത കാലത്തായി ധാരാളം മുസ്ലിം കോടീശ്വരന്മാരെ ഉണ്ടാക്കിയെടുക്കുവാൻ കൺസ്ട്രക്ഷൻ മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 38 വർഷം പാരമ്പര്യമുള്ള പ്രസ്റ്റീജ് എന്ന കൺസ്ട്രക്ഷൻ കമ്പനി 300ഓളം പ്രൊജക്റ്റുകൾ ബാംഗ്ലൂരിൽ വിജയകരമായി നടത്തിയിട്ടുണ്ട്. അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരി ഇർഫാൻ റസാഖാണ് ഈ കമ്പനിയുടെ ഉടമസ്ഥൻ. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ റിസ്വാൻ റസാഖും നോമാൻ റസാഖും അദ്ദേഹത്തെ സഹായിക്കുന്നു. സാലി അഹമ്മദ് പോലെയുള്ള ഓഫീസ് കെട്ടിടങ്ങളും പ്രസ്റ്റീജ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഫൻട്രി റോഡിലും ക്യൂൻസ് റോഡിലും പരിസരത്തും ധാരാളം പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. ബാംഗ്ലൂരിലെ നാഗസന്ദ്രയിൽ 3500 ഫ്ലാറ്റുകൾ ഒരുമിച്ചുണ്ടാക്കി പ്രസ്റ്റീജ് ജിൻഡാൽ സിറ്റി പേരെടുത്തിട്ടുണ്ട്. പ്രസ്റ്റീജിൻ്റെ ഈ ഫ്ലാറ്റ് സമുച്ചയം നാഗസന്ദ്രയിലെ ഒരു ടൗൺഷിപ്പായി മാറിയിട്ടുണ്ട്. അതുപോലെ ഇൻഫൻട്രി റോഡിലെ സുൽത്താൻ ഷാഹി ജുമാ മസ്ജിദ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ബൗറിംഗ് ഹോസ്പിറ്റൽ റോഡ് എന്നാണ് ഈ സ്ട്രീറ്റ് അറിയപ്പെടുന്നത്. പള്ളിയുടെ പുറത്ത് തൊപ്പികളും വസ്ത്രങ്ങളും വിൽക്കുന്ന ധാരാളം പ്രായമുള്ള ആളുകളെ കാണാൻ പറ്റും. കേരളത്തിലെ മുസ്ലിങ്ങൾ പാൻറ്റും ഷർട്ടും ധരിക്കാൻ കാരണം മുസ്ലിമാണെന്ന് തിരിച്ചറിയുന്നതിൽ അവർക്ക് പ്രത്യേക താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ കർണാടകയിലെ മുസ്ലിങ്ങൾ ഇസ്ലാമിക പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരും അതിൽ നാണക്കേട് ഇല്ലാത്തവരുമാണ്. അതുകൊണ്ട് അവരെപ്പോഴും ഇസ്ലാമിക രീതിയിൽ വസ്ത്രം ധരിക്കുന്നു. അതുകൊണ്ടാണ് തൊപ്പി പോലെയുള്ള ഐറ്റംസ് പള്ളികളുടെ പുറത്ത് എപ്പോഴും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. കേരളത്തിൽ പള്ളിയുടെ പുറത്ത് തൊപ്പി കച്ചവടം നടത്തുവാൻ മാത്രം തൊപ്പി ആരാധകർ ഇവിടെയില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ സെക്യുലർ, മോഡേൺ, ലിബറൽ പാരമ്പര്യം ഉള്ളവരായതുകൊണ്ട് മുസ്ലിമാണെന്ന് എടുത്തു കാണിക്കുന്ന തരത്തിൽ വസ്ത്രം ധരിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു പാൻറ്റും ഷർട്ടും സംസ്കാരമുള്ളത്. ഹിന്ദുക്കൾ പണ്ടേ ഈ സംസ്കാരം സ്വീകരിച്ചിട്ടുണ്ട്. അമ്പലത്തിൽ പോകുന്ന ഹിന്ദുക്കൾ നെറ്റിയിൽ കുറി തൊടാതെ ടൗണിലേക്ക് ഇറങ്ങി വരികയും പ്രത്യേകമായൊരു ഹിന്ദു ഐഡന്റിറ്റി പ്രദർശിപ്പിക്കുന്നതിൽ വിമുഖത കാണിക്കുകയും ചെയ്യുന്നു. ക്രിസ്ത്യാനികളാണെങ്കിൽ പാൻറ്റും ഷർട്ടും ധരിച്ച് മുഖ്യധാരയുമായി ലയിക്കണമെന്ന് നിർബന്ധമുള്ളവരുമാണ്. എന്നാൽ കർണാടകയിലെ മുസ്ലിങ്ങൾ തങ്ങളുടെ സംസ്കാരം പ്രദർശിപ്പിക്കുകയും ഒരു അറേബ്യൻ നോർത്ത് ഇന്ത്യൻ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. വളരെയധികം ബിസിനസ് നടക്കുന്ന ഒരു ഏരിയയാണ് സുൽത്താൻ ഷാഹി ജുമാ മസ്ജിദിൻ്റെ ചുറ്റുവട്ടം. അതുകൊണ്ട് ഇവിടെ ബ്ലൂ ഡാർട്ട് പോലെയുള്ള കൊറിയർ കമ്പനികൾ വലിയ ഓഫീസുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ശിവാജി നഗർ ബസ് സ്റ്റാൻഡും കാണുവാൻ പറ്റും. 152 വർഷം പഴക്കമുള്ള ബൗറിംഗ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. പള്ളിയുടെ തൊട്ടടുത്താണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ ലൊക്കേഷൻ. അതുപോലെ ക്വീൻസ് റോഡിൽ ഇൻകം ടാക്സ് ഓഫീസിൻ്റെ കർണാടകയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണാൻ പറ്റും. സെൻട്രൽ എക്സൈസ് ഓഫീസും അതേ ബിൽഡിങ്ങിൽ തന്നെയാണ്.
ഈ ഭാഗം പൊതുവെ ഗവൺമെൻറ് ഓഫീസുകളും മിലിറ്ററി സ്ഥാപനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് മനോഹരമായ ഒരു അപ്പിയറൻസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല മെയിൻ്റനൻസും ഈ ഭാഗത്തുള്ളതുകൊണ്ട് നല്ല വൃത്തിയും വെടിപ്പും വീതിയും വെളിച്ചവും ഇവിടെയുണ്ട്. ഈ ഭാഗത്തുള്ള മുസ്ലിങ്ങൾ സാമ്പത്തികമായി മേലേക്കടിയുള്ളവരും ബിസിനസ്സിൽ വലിയ പ്രാമുഖ്യമുള്ളവരുമാണ്. സമീർ പാഷയെ പോലെയുള്ള സീനിയർ ഹൈക്കോടതി വക്കീലന്മാരും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. മികച്ച കോഫി ഷോപ്പുകളും ഇൻഫൻട്രി റോഡിൽ നിറഞ്ഞു നിൽക്കുന്നു. ജമാഅത്ത് പള്ളിയുടെ അടുത്ത് അൽ കരീം കോഫി ഷോപ്പ് വളരെ പോപ്പുലറായി മാറിയിട്ടുണ്ട്. ഇവിടെ ധാരാളം മോട്ടോർ സൈക്കിളുകൾ പാർക്ക് ചെയ്യുകയും ആളുകൾ തിക്കും തിരക്കും കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അമാനത്ത് ബാങ്ക് പള്ളിയുടെ തൊട്ടടുത്താണ്. പലിശയില്ലാത്ത ബാങ്കിൽ മുസ്ലിങ്ങൾക്കുള്ള താല്പര്യം എടുത്തു കാണിക്കുന്ന ഹലാൽ ബാങ്കിംഗ് കർണാടകയിൽ വളരെ പോപ്പുലറായിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് സ്വന്തമായ സ്കൂളുകൾ വേണമെന്നും പ്രത്യേകം സ്ഥലങ്ങളിൽ താമസിക്കണമെന്നും എല്ലാ കാര്യങ്ങളിലും മുസ്ലിം സംസ്കാരം തന്നെ സ്വീകരിക്കണമെന്നും കർണാടകക്കാർക്ക് വലിയ നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹലാൽ ബാങ്കുകളും ഹലാൽ സ്കൂളുകളും ഹലാൽ ഹൗസിംഗ് കോളനികളും ഹലാൽ സ്വർണ്ണക്കടകളും കാണുവാൻ പറ്റുന്നത്. എന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത്തരം നിർബന്ധങ്ങളില്ലാത്തതുകൊണ്ട് അവർ കുറെ കൂടി സെക്യുലറായി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായി ഇടകലർന്ന് ജീവിക്കുന്നു. ഭക്ഷണമല്ലാത്ത കാര്യങ്ങളിൽ ഹലാൽ സംസ്കാരം കൊണ്ടുവരുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ കർണാടകയിലെ മുസ്ലിങ്ങൾ കൂടുതലായി പെർഫ്യൂംസ് ഉപയോഗിക്കുന്നു. അസ്മ എക്സ്ക്ലൂസീവ് പെർഫ്യൂം ഷോപ്പ് പോലെയുള്ള കടകൾ ഇവിടെ എടുത്തു കാണുന്നുണ്ട്. അതുപോലെ ഇമാദ് പെർഫ്യൂംസിൻ്റെ ഔട്ട്ലെറ്റും ഇവിടെയുണ്ട്. അറേബ്യൻ സ്വാധീനം കൊണ്ടാണ് കൂടുതലായി മുസ്ലിങ്ങൾക്കിടയിൽ പെർഫ്യൂംസുകളുടെ ഉപയോഗം കാണപ്പെടുന്നത്. പെർഫ്യൂമുകളും കോസ്മെറ്റിക്സും അമിതമായി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാണിച്ചിട്ടും പലർക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരു ഭ്രമമുള്ളതായി കാണുന്നു. മുഖത്ത് പൗഡറിടുന്ന സ്വഭാവമുള്ളവർക്ക് തൊലിയുടെ സ്വാഭാവികമായ ശ്വസന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. പുരുഷന്മാർ പൗഡറും ക്രീമും പോലെയുള്ള കോസ്മെറ്റിക് വസ്തുക്കൾ ഉപയോഗിക്കാതെ കുളിച്ചു കഴിഞ്ഞാൽ ഒരു ടവൽ കൊണ്ട് മുഖം തുടക്കുക മാത്രം ചെയ്താൽ കൂടുതൽ ആരോഗ്യകരമായി ജീവിക്കുവാൻ പറ്റും. കാരണം തൊലിയുടെ പുറത്തുള്ള അനേകം സുഷിരങ്ങൾ അടഞ്ഞുപോകാൻ പല കോസ്മെറ്റിക്സും പ്രത്യേകിച്ചും ഫേസ് പൗഡർ കാരണമാക്കുന്നുണ്ട്. ഈ ഭാഗത്തുള്ള മുസ്ലിങ്ങൾ കൂടുതലായി ഫർണിച്ചർ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഫർണിച്ചർ മേഖലയിൽ ബാംഗ്ലൂരിൽ മുസ്ലിങ്ങൾക്ക് പൊതുവെ തന്നെ ഒരു ആധിപത്യമുണ്ട്. ധാരാളം ഫർണിച്ചർ കടകളും വലിയ ഷോറൂമുകളും ഇവിടെ കാണുവാൻ പറ്റുന്നുണ്ട്. എങ്കിലും ഹിന്ദുക്കൾക്ക് ഈ മേഖലയിൽ പ്രവേശിക്കുവാനും മത്സരിക്കുവാനും വലിയ താല്പര്യമില്ല. വമ്പിച്ച റിസ്ക്കുള്ള ഒരു മേഖലയായി ഫർണിച്ചർ ബിസിനസ് അറിയപ്പെടുന്നു. കർണാടകയിലെ മുസ്ലിങ്ങൾ പൊതുവെ റിസ്ക് എടുത്ത് ബിസിനസ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് അതിനനുസരിച്ച് ലാഭം കിട്ടുന്നുമുണ്ട്. ബെഞ്ചുറ ഫർണിച്ചേഴ്സ് പോലെയുള്ള വലിയ ഷോറൂമുകളും ഇവിടെ കാണാൻ പറ്റി. അതുപോലെ ധാരാളം വർക്ക്ഷോപ്പുകളും മുസ്ലിങ്ങൾ നടത്തുന്നുണ്ട്. കർണാടകയിൽ കാറുകൾ റിപ്പയർ ചെയ്യുന്നതും മോട്ടോർ സൈക്കിളുകൾ റിപ്പയർ ചെയ്യുന്നതും മുസ്ലിങ്ങളാണ്. ധാരാളം കസ്റ്റമേഴ്സിനെ എളുപ്പത്തിൽ കിട്ടുന്നതുകൊണ്ട് ഇത് വലിയൊരു റിസ്ക്കുള്ള മേഖലയല്ല. എന്നാൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വ്യാപാരം പോലെ വമ്പിച്ച റിസ്ക്കുള്ള ഏരിയകളിലും മുസ്ലിങ്ങൾ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മേഖലയിലും ഹിന്ദുക്കൾക്ക് വലിയ താല്പര്യമില്ല. ഇൻഫൻട്രി റോഡിന് കുറുകെ യൂണിയൻ സ്ട്രീറ്റ് കാണുവാൻ സാധിക്കും. ഷാഹി കുത്തുബ് ഖാന പോലുള്ള അറിയപ്പെടുന്ന കോഫി ഷോപ്പുകളും ഇവിടെയുണ്ട്. സലാം ഹാജിയുടെ ട്രാവൽ ഏജൻസി ഇൻഫൻട്രി റോഡിൽ സ്ഥാപിച്ചിരിക്കുന്നു. വിദേശയാത്രകൾ പോകുന്ന ബാംഗ്ലൂർക്കാർക്ക് സലാം ഹാജി വിസയും ടിക്കറ്റുകളും ഏർപ്പാടാക്കി കൊടുക്കുന്നു. ക്രിസ്ത്യാനികളുടെ അറിയപ്പെടുന്ന CSI സെയിൻറ്റ് പോൾസ് ചർച്ച് ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ തമിഴ് പള്ളിയായ CSI സെയിൻറ്റ് പോൾസ് ചർച്ചിന് 175 വർഷം പഴക്കമുണ്ട്. ഈ ഭാഗത്ത് പാർക്ക് റോഡും ക്വീൻസ് റോഡും ഇൻഫൻട്രി റോഡുമായി കൂടിച്ചേരുന്നു. മൊണാർക്ക് എന്ന ലക്ഷറി ഹോട്ടലും ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ധാരാളം ബിസിനസ് ട്രാവലേഴ്സ് വരുന്നതുകൊണ്ട് ഈ ഹോട്ടലിൽ 6000 രൂപ ദിവസ വാടക ഈടാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പ്ലെയിൻ റോഡ് ഇൻഫൻട്രി റോഡുമായി ബന്ധിച്ചിരിക്കുന്നു. ഇവിടെ ഐസ് ആൻഡ് ചിൽ സ്ക്വയർ എന്ന മനോഹരമായ കോഫി ഷോപ്പ് ഗോബി മഞ്ചൂരിയൻ, ഗോബി ഫ്രൈ, ഗോബി 65 തുടങ്ങിയ വിഭവങ്ങൾ നൽകുന്നു. ഇവിടെ 50 രൂപ കൊടുത്താൽ രുചികരമായ മാഗി നൂഡിൽസ് ലഭിക്കും. ഇത്ര രുചിയുള്ള മാഗി നൂഡിൽസ് ബാംഗ്ലൂരിൽ വേറെ എവിടെയും കിട്ടുകയില്ല. കോട്ടക്കൽ ആയുർവേദശാലയുടെ ഒരു ബ്രാഞ്ച് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കർണാടകയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ആയുർവേദ ചികിത്സയോട് പ്രത്യേകമായ താല്പര്യമുണ്ട്. യുനാനി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങിയ അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ ബാംഗ്ലൂർ നഗരത്തിൽ പല സ്ഥലങ്ങളിലും വേരുറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വിദ്യാഭ്യാസമുള്ളവർ പൊതുവെ അസുഖം വരുമ്പോൾ MBBS ഡോക്ടറെ കാണിക്കുക എന്നുള്ള സംസ്കാരം കാത്തുസൂക്ഷിക്കുന്നവരാണ്.
എന്നാൽ സാധാരണക്കാരായ ബാംഗ്ലൂർക്കാർ പലതരം അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടുകയും ഹോമിയോപ്പതിയും ആയുർവേദവും യുനാനിയും വൈദ്യശാസ്ത്രമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളിലും യോഗ്യതയില്ലാത്ത ആളുകൾ മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നത് പോലീസ് കേസ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ അശാസ്ത്രീയമായ ചികിത്സാ പദ്ധതികൾക്ക് ഗവൺമെന്റിന്റെ അംഗീകാരമുണ്ട്. കോഴിക്കോട്ട് ആയുർവേദ ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വരാൻ കാരണം കൂടുതൽ സ്വാധീനവും വോട്ടവകാശവും ഉള്ളത് അശാസ്ത്രീയമായ ചികിത്സാ പദ്ധതികൾ നടപ്പാക്കുന്നവർക്കും അത്തരം ആശുപത്രികളിൽ പോകുന്നവർക്കുമാണ്. എന്നാൽ MBBS ഡോക്ടർമാർ പറയുന്നത് മറ്റ് ചികിത്സാ രീതികൾ സ്വീകരിക്കുമ്പോൾ അത്രയും ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും വളരെ വൈകി ആശുപത്രിയിൽ എത്തുകയും ചെയ്യുന്നത് ചികിത്സ വേണ്ട പോലെ ഫലിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുവെന്നാണ്. കേരളത്തിൽ നഗരങ്ങളിൽ താമസിക്കുന്ന വിദ്യാസമ്പന്നരായ ആളുകൾ MBBS ഡോക്ടർമാരുടെ അടുത്ത് മാത്രമേ പോകാറുള്ളൂ. എന്നാൽ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലും കിഴക്കൻ മലയോര പ്രദേശങ്ങളിലും ഹോമിയോപ്പതിയും ആയുർവേദവും യുനാനിയും നല്ല പ്രചാരം നേടിയിട്ടുണ്ട്. കോഴിക്കോട് അടിവാരത്ത് AP ഉസ്താദിൻ്റെ പുതിയ മർക്കസ് നോളജ് സിറ്റി എന്ന ഇസ്ലാമിക ടൗൺഷിപ്പിൽ ഒരു യുനാനി മെഡിക്കൽ കോളേജ് പോലും തുടങ്ങിയിട്ടുണ്ട്. ഇൻഫൻട്രി റോഡിലുള്ള വ്യാപാരികൾ പൊതുവെ നല്ല സൗഹാർദ്ദമുള്ളവരായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ കൂടുതൽ ബിസിനസ്സും നടക്കുന്നുണ്ട്. കടകളിൽ വരുന്നവരെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സ്വീകരിക്കുകയും ഹാർദമായി പെരുമാറുകയും ചെയ്യുന്നത് ഇൻഫൻട്രി റോഡിലെ വ്യാപാരികളുടെ ഒരു പ്രത്യേകതയാണ്. ഹിന്ദു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൻ്റെ ഒരു വലിയ ഓഫീസും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഹിന്ദു എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരെയും ബുദ്ധിജീവികളെയും സാംസ്കാരിക പ്രവർത്തകരെയും ലിബറൽ ചിന്തകരെയും നക്സലൈറ്റുകളെയും ഓർമ്മ വരും. ചെന്നൈ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിന്ദു ദിനപത്രം ഇന്ത്യയിലെ ഇടതുപക്ഷ ചിന്തകരും വിപ്ലവകാരികളും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരും വായിക്കുന്ന ഒരു ന്യൂസ് പേപ്പറാണ്. കുറെ കൂടി കടുകട്ടിയായ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഹിന്ദു വായിക്കുന്നവർ കൂടുതൽ വലിയ വിദ്യാഭ്യാസമുള്ളവരാണെന്ന് ഒരു ധാരണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ സമ്പന്നരായ കോൺഗ്രസ്സുകാരും ലീഗുകാരും യാതൊരു മടിയുമില്ലാതെ ഹിന്ദു ന്യൂസ് പേപ്പർ ഒക്കത്ത് വെച്ച് നടക്കാറുണ്ട്. എന്നാൽ ഹിന്ദു ന്യൂസ് പേപ്പർ പ്രകടമായി തന്നെ ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും മുതലാളിത്തത്തെ തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം അത് വായിക്കുന്നവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഈ പത്രം വാങ്ങിക്കുകയും സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടി ഒക്കത്ത് വെച്ച് നടക്കുകയും ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇൻഫൻട്രി റോഡിൽ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ് ഓഫീസും സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് ബസ് സ്റ്റോപ്പിന് ചുറ്റും ധാരാളം റോഡുകൾ കൂടിച്ചേരുന്നതുകൊണ്ട് ബാംഗ്ലൂരിലെ ഏറ്റവും തിരക്കേറിയ മേഖലയായി ഇന്ത്യൻ എക്സ്പ്രസ് ജംഗ്ഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കർണാടകയിലെ ഗവൺമെൻറ് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിനാണ്. വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യൻ എക്സ്പ്രസ്സിന് വമ്പിച്ച ഗവൺമെൻറ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഹിന്ദു ന്യൂസ് പേപ്പർ ഒരു പ്രതിപക്ഷ ശബ്ദമായിട്ടാണ് ഇന്ത്യയിൽ പൊതുവെ കണക്കാക്കപ്പെടുന്നത്. കേരളം, തമിഴ്നാട് പോലെയുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമേ ഹിന്ദു ന്യൂസ് പേപ്പർ ചെലവഴിക്കാൻ പറ്റുന്നുള്ളൂ. ധാരാളം വഴിയോര കച്ചവടക്കാരെ ഈ പ്രദേശത്ത് കാണുവാൻ പറ്റുന്നുണ്ട്. കർണാടകയിലെ മുസ്ലിങ്ങൾ പൊതുവെ ഗവൺമെൻറ് ജോലികൾ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിനെ അല്ലാതെ വേറെയൊരു വ്യക്തിയെയും ആരാധിക്കാൻ പാടില്ല എന്നും ബഹുമാനിക്കാൻ പാടില്ല എന്നും കർണാടക മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർ കമ്പനികൾ ജോലി ചെയ്യുകയോ മുതലാളിമാരെ അംഗീകരിക്കുകയോ ചെയ്യാറില്ല. ഗവൺമെൻറ് ജോലിയായാലും പ്രൈവറ്റ് കമ്പനി ജോലിയായാലും തൊഴിലാളികളെ നിയന്ത്രിക്കുന്ന ഒരു ബോസിനെ എപ്പോഴും ബഹുമാനിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കർണാടകയിലെ മുസ്ലിങ്ങൾ സ്വന്തമായി ഒരു ഉന്തുവണ്ടിയെങ്കിലും വാങ്ങിച്ച് കച്ചവടം ചെയ്യുകയും വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത്. 5 പ്രാവശ്യം പള്ളിയിൽ പോയി പടച്ചവനോട് പ്രാർത്ഥിക്കുമെങ്കിലും വേറെ ആരുടെയും മുമ്പിൽ തലകുനിക്കാത്ത ഒരു സംസ്കാരം കർണാടകയിലെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അമിതമായ ദൈവവിശ്വാസം ഇഷ്ടപ്പെടുന്നില്ല. അവർ അത്യാവശ്യം നിസ്കാരം നോമ്പുമൊക്കെ പാലിക്കുമെങ്കിലും PSC പരീക്ഷ എഴുതി ഗവൺമെൻറ് ജോലി കൈക്കലാക്കാൻ ശ്രമിക്കുകയും ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് ചേർന്നാൽ മുതലാളിയെ നല്ലപോലെ ബഹുമാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കുറെ കൂടി മതേതരമായ ഒരു സംസ്കാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കർണാടകയിലെ മുസ്ലിങ്ങൾ കോളേജ് വിദ്യാഭ്യാസത്തിൽ താല്പര്യം കാണിക്കാതിരിക്കുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമായി ഒരു കച്ചവടം തുടങ്ങുകയും ചെയ്യും. എങ്കിലും പുരുഷന്മാരുടെ ഇടയിൽ മാത്രമാണ് ഈ പ്രവണതയുള്ളത്. കർണാടകയിലെ മുസ്ലിം പെൺകുട്ടികൾ സ്വന്തമായി കച്ചവടം ചെയ്യുവാനുള്ള സാമർഥ്യമില്ലാത്തതുകൊണ്ട് കോളേജിൽ പഠിക്കുകയും ഡിഗ്രി കഴിഞ്ഞ് വീണ്ടും ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് ചേരുകയും ചെയ്യുന്നു. എങ്കിലും അവർക്ക് യോജിച്ച ഭർത്താക്കന്മാരെ കിട്ടുന്നില്ല.
കർണാടകയിലെ മുസ്ലിം പുരുഷന്മാർ കൂടുതലും സ്വന്തമായി കച്ചവടം ചെയ്യുന്നവർ ആയതുകൊണ്ട് പല കോളേജ് പ്രൊഫസർമാരും ഡോക്ടർമാരും കല്യാണം കഴിച്ചിരിക്കുന്നത് വർക്ക്ഷോപ്പ് ഉടമസ്ഥരെയും റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരെയുമാണ്. എങ്കിലും സാമ്പത്തികമായി അവർക്ക് ഉദ്യോഗസ്ഥകളായ ഭാര്യമാരോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ കവച്ചുവെക്കുന്ന വരുമാനമുണ്ട്. എന്നാൽ കർണാടകയിലെ ഹിന്ദുക്കൾക്ക് ഈ ജീവിത സംസ്കാരം തീരെ ഇഷ്ടപ്പെടുന്നില്ല. ലിംഗായത്ത്, ബ്രാഹ്മിൺ തുടങ്ങിയ ഉയർന്ന ജാതിക്കാർ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുകയും ബഹുരാഷ്ട്ര കമ്പനികളിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കുന്നു. ലക്ഷക്കണക്കിന് ലിംഗായത്തുകാർക്കും ബ്രാഹ്മിൺ സമുദായക്കാർക്കും അമേരിക്കയിലും യൂറോപ്പിലും ജോലി കിട്ടിയിട്ടുണ്ട്. എന്നാൽ മുസ്ലിങ്ങളെപ്പോലെ സ്വന്തമായി കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള സമുദായങ്ങളും ഹിന്ദുക്കൾക്കിടയിലുണ്ട്. കുറെ കൂടി താഴ്ന്ന ജാതിക്കാരായ ഗൗഡകളും കുറുബ സമുദായത്തിൽപ്പെട്ടവരും വ്യാപാരികളായും ചെറുകിട കച്ചവടക്കാരായും സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നതിൽ താല്പര്യം കാണിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഉയർന്ന സ്വാധീനവുമുണ്ട്. കുറുബ സമുദായം ബ്രാഹ്മണരെയോ ലിംഗായത്തുകാരെയോ പോലെ ഉയർന്ന സമുദായമല്ലെങ്കിലും അവർക്ക് ഉയർന്ന രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഇപ്പോഴത്തെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കുറുബ സമുദായത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. അതുപോലെ ഉയർന്ന രാഷ്ട്രീയ സ്വാധീനം ഗൗഡ സമുദായത്തിനും ഉണ്ട്. ധാരാളം ബിസിനസ് നടക്കുന്ന ഒരു പ്രദേശമാണ് ഇൻഫൻട്രി റോഡ്. ഇവിടെ ജമാഅത്ത് പള്ളിയുടെ അടുത്ത് ഈഡൻ റെസ്റ്റോറൻറ്റ് മികച്ച ഡൈനിങ് എക്സ്പീരിയൻസ് നൽകുന്നു. ധാരാളം മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ വമ്പിച്ച എക്സ്പെൻസീവായ റെസ്റ്റോറൻ്റ് ആണെന്ന് ഊഹിക്കാൻ പറ്റും. അതുകൊണ്ട് പല സാധാരണക്കാരും അകത്ത് കയറാൻ മടിക്കുന്നുണ്ട്. സാധാരണക്കാരുടെ ബിസിനസ് നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് ഈ റെസ്റ്റോറൻറ്റ് പുറത്ത് ഒരു ചെറിയ കൗണ്ടറും ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. യഥാർത്ഥ ബിസിനസ്സുകാരൻ ചുരുങ്ങിയ എണ്ണം വരുന്ന സമ്പന്നരെ മാത്രം ലക്ഷ്യമിടുകയില്ല. ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ ബിസിനസ്സിൽ കൂടിയാണ് കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുകയെന്ന് നല്ല ബിസിനസ്സുകാർക്കറിയാം. അതുകൊണ്ടാണ് ഈഡൻ റെസ്റ്റോറൻറ്റിൻ്റെ ഗേറ്റിന് പുറത്ത് ഒരു ചെറിയ കോഫി ഷോപ്പും ഇരിപ്പിടങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ധാരാളം ഓഫീസ് സമുച്ചയങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. കോർണിഷ്, അൽ ലത്തീഫ് പോലെയുള്ള കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളും ഇവിടെയുണ്ട്. അടുത്ത കാലത്തായി ഇൻഫൻട്രി റോഡിൻ്റെ പേര് ഭഗവാൻ മഹാവീർ ജെയിൻ റോഡ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. എങ്കിലും നാട്ടുകാർ ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷുകാർ കൊടുത്ത ഇൻഫൻട്രി റോഡ് എന്നുള്ള പേര് തന്നെയാണ്. റോഡുകളുടെ പേര് മാറ്റുവാൻ ഗവൺമെൻറ്റുകൾക്ക് അധികാരമുണ്ടെങ്കിലും നാട്ടുകാർ അത് എപ്പോഴും അംഗീകരിക്കുകയില്ല. 1600 മീറ്റർ, അതായത് 1 കിലോമീറ്ററും 600 മീറ്ററും നീളമുള്ള ഇൻഫൻട്രി റോഡ് ബാംഗ്ലൂരിലെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ പെട്ടതാണ്. ഒരു ഭാഗത്ത് രാജ്ഭവനും മറുഭാഗത്ത് കൊമേഴ്സ്യൽ സ്ട്രീറ്റുമാണ് ഇൻഫൻട്രി റോഡിൻ്റെ അതിർത്തികൾ. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഇവിടെ നിറഞ്ഞിരിക്കുന്നു. പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാരുടെ മിലിറ്ററി ബാരക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ധാരാളം കെട്ടിടങ്ങൾ ഗവൺമെൻറ്റിന് എളുപ്പത്തിൽ ഏറ്റെടുക്കാൻ പറ്റി. ഇൻഫൻട്രി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കാലാൾ പട്ടാളം എന്നാണ്. ഈ നഗരത്തിൻ്റെ പാരമ്പര്യവും ചരിത്രവും ഇൻഫൻട്രി റോഡ് എന്നുള്ള പേര് നല്ലപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പാരീസ് ബിരിയാണി എന്ന കന്നഡ സിനിമയിൽ ഇൻഫൻട്രി റോഡിൽ ഒരു ഫ്രഞ്ചുകാരൻ വരുന്നതും ശിവാജി നഗറിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ പരിചയപ്പെടുന്നതും കാണിക്കുന്നുണ്ട്. 3 ദിവസം ഇന്ത്യയിൽ താമസിക്കുന്ന ഈ ഫ്രഞ്ച് ബിസിനസ്സുകാരൻ്റെ അനുഭവങ്ങൾ പാരീസ് ബിരിയാണി എന്ന കന്നഡ ഫിലിം വർണ്ണിക്കുന്നു.